ഗൈസ്, ഞങ്ങളിന്ന് മീൻമുട്ടിയാണ് പോകുന്നത്. എൻ്റെ കൂടെ ഇവർ രണ്ടുപേരും ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പോയൊക്കെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാന്നൊക്കെ കേട്ടത്. എങ്കിലും നമുക്ക് പോയിട്ട് എന്താ സ്ഥിതി നോക്കിയിട്ട് വരാം. ഞാൻ പോണോന്ന് ആദ്യം. ഞങ്ങൾ അതിസാഹസികമായിട്ട് ഇതാ ഈ വഴി കൂടിയൊക്കെയാണ് പോകുന്നത്. ഏത് വഴിയാന്നറിയില്ല. ഇവിടെ ഫുൾ എസ്തെറ്റിക് വ്യൂസ് ആണ് ഗൈസ്. നമുക്ക് നോക്കാം ഇവിടെ എന്ത് വ്യൂ ആണ് കാണുക. ഗൈസ്, അപ്പോൾ മീൻമുട്ടിയാണിത്. പക്ഷെ വെള്ളമല്ല, കണ്ടോ, വെള്ളം വറ്റിപ്പോയി ഗൈസ്. കൊള്ളാം. ഞങ്ങൾ വിജനമായ വഴികളിലൂടെയൊക്കെയാണ് ഇപ്പൊ നടന്നു വന്നത്. കൊള്ളാം ഗൈസ്, ഇതൊക്കെ രസമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഒരു വീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ബിക്കോസ് നല്ല ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. കൊള്ളാം. നമ്മളപ്പോൾ നിലക്കറ ഉണ്ട് ഗൈസ്. സീനില്ല, അട്ടയനപ്പെടുത്തക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ മീൻമുട്ടിന്റെ മേലേക്കാണ് ഇനി പോകുന്നത്. നോക്കാം. അറിയിപ്പോ ഇങ്ങനെ അങ്ങ് വരുമോ? ഞാനുണ്ട്. ഓ, അവര് പോയി. വാ, ഒട്ട് വാ. എന്നിട്ട് പുറകിലേക്ക് പിന്നെടുക്കാം. ഇങ്ങനെ അങ്ങ് വരുമോ? ഞാനുണ്ട്. ഓ, അവര് പോയി. വാ, ഒട്ട് വാ. എന്നിട്ട് പുറകിലേക്ക് പിന്നെടുക്കാം. ഗീസ്, നമ്മളിവിടെ കൊണ്ടുവന്നത് ഹച്ചേട്ടനാണ് ഗീസ്. എനിക്ക് അതൊരു വിഷയമല്ല ഗൈസ്. വീഡിയോയിൽ ഞാൻ ഗ്ലാമർ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഗ്ലാമർ ഉണ്ട്. കാണാൻ ചേട്ടായി. നോക്കിപ്പോ അല്ല, ഞാൻ ഒരു ഓക്കെ പറ്റുമോ? ടെൻഷൻ ആവുന്നുണ്ടോ?
ഞങ്ങൾ അങ്ങനെ മീൻമുട്ടി കയറി ഏറ്റവും മേലെത്തി. അതിസാഹസികമായിട്ട് ഞാൻ 5 സെന്റ് സ്ഥലം ഇവിടെ വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അതാണ് ഇങ്ങനെ ആരെ തെങ്ങടിച്ച ഇങ്ങനെ മരടിച്ച് ചീഞ്ഞ വെള്ളത്തിന് കാലി കഴുകി അത്രയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ദാ മേലെത്തി. പുട്ടുണ്ട്, വിഷ്ണു ചേട്ടായുണ്ട്, ഞാനുണ്ട്, ചേട്ടനുണ്ട്. അങ്ങനെ മീൻമുട്ടി കയറി. ഇത് ഞങ്ങൾ ഇത്ര പേരാണ് കയറിയത്. ഇത് ഇറങ്ങി. ഞാൻ ഒരു പ്രാവശ്യം ഒരു 5 സെന്റ് സ്ഥലം ഞാൻ ഇവിടെ മേടിച്ചിട്ടുണ്ട്. പാറേന്റെ മേലെ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങാണ് ഗൈസ്. അപ്പൊ ബൈ ബൈ പറ എല്ലാരും. ബൈ.